ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന പാഠത്തിൻ്റെ അടുത്ത ഒരു ഭാഗമാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൂബ്ത്തെ ഉത്തരാത്തെ ദൂർ ജാനേ ലഗ എന്ന പോർഷൻ വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ചട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്നത് നമ്മളുടെ രമേശ് ചേട്ടൻ എഴുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതിൽ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ പോകാം. അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നട്ട്കട്ട് വെള്ളത്തിൽ പോകുന്നു. അപ്പോൾ നീന്താൻ അറിയില്ല, വെള്ളത്തിൽ മുങ്ങിയതാണ് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് 9ാമത്തെ പേജിൽ നമ്മൾ നിർത്തിയത്. ബാക്കി നോക്കാം. ചട്ട്പട്ട് കോ തൈർന ആത്താ താ. അപ്പോൾ എന്താണ്, നട്ട്കട്ടിന് നീന്താൻ അറിഞ്ഞുകൂടാ, പക്ഷേ ചേട്ടനായിട്ടുള്ള ചട്ട്പട്ടിന് നീന്താൻ അറിയാം. ഉസ്നെ ഛഡ് अपना बस्ता पीठ से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. എന്താണ് ചട്ട്പട്ട് എന്താ ചെയ്തത്, തൻ്റെ ബാഗ് പാലത്തിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് നദിയിലേക്ക് ചാടി. ओके, थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. അപ്പോൾ ചട്ട്പട്ടിന് നീന്താൻ അറിയാവുന്നതുകൊണ്ട് കുറച്ച് ദൂരം നീന്തിയതിന് ശേഷം നട്ട്കട്ടിനെ കിട്ടി, എന്നിട്ട് പിടിച്ചുകൊണ്ട് കരയിൽ കൊണ്ടുവന്നു. ചട്ട്പട്ട് കോ ഇത്തന ഗുസ്സ ആ രഹാ താ കി നട്ട്കട്ട് കോ ദോ ചാപ്പട്ട് ലഗായെ. എന്താണ്, അവനിട്ട് 2 അടി വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ദേഷ്യം ചട്ട്പട്ടിന് തോന്നുന്നുണ്ടായിരുന്നു. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. പക്ഷേ എന്താണ്, നട്ട്കട്ട് പേടിച്ചിരിക്കുമായിരുന്നു വെള്ളത്തിൽ പോയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചട്ട്പട്ട് ഒന്നും ചെയ്തില്ല. छोटे भाई पर उसे प्यार आ गया. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. അപ്പോൾ എന്താണ്, ആ പാലത്തിലേക്ക് കയറുന്നൊരു കയറ്റമുണ്ട്. അപ്പോൾ ഇവർ എന്താണ്, നട്ട്കട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചേട്ടൻ ബാഗും എടുത്ത് ആ പാലത്തിലൂടെ അവർ രണ്ടുപേരും കൂടി കയറുവാണ്. पुल पर पहुंचा ही था कि नटखट अचानक गला फाट कर रोने लगा. എന്താണ്, പാലത്തിലെത്തിയതും നട്ട്കട്ട് എന്താണ് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. ഓക്കെ, चटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो. അതായത് നീ ഇപ്പോൾ ഒഴുകി പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു, പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് ചട്ട്പട്ട് ചോദിക്കുവാണ്. नटखट ने रोते रोते कहा, तुम हर जाकर माँ से मेरी शिकायत करोगे. അപ്പോൾ നട്ട്കട്ട് കരയുന്നതിൻ്റെ കാരണം എന്താണ്, ചേട്ടൻ വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയും, അതുകൊണ്ടാണ് നട്ട്കട്ട് കരയുന്നത്. അഗർ നാ കരും തോ, പറഞ്ഞില്ലെങ്കിലോ, തോ ജോ കഹു, പറഞ്ഞില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ചെയ്യാം എന്ന രീതിയിൽ നട്ട്കട്ട് പറയുവാണ്. നട്ട്കട്ട് കാ രോന ബന്ദ് ഹോ ഗയ, അവൻ കരച്ചിൽ നിർത്തി. മുझे कागज़ की नाव बनाना नहीं आता, तुम सिखा दोगे. അപ്പോൾ എന്താണ്, ചട്ട്പട്ട് ചോദിക്കുകയാണ്, എനിക്ക് പേപ്പറും കൊണ്ട് വള്ളം ഉണ്ടാക്കാൻ അറിയില്ല, നീ എന്നെ പഠിപ്പിക്കാമോ. ഹാ ഉസ്മേ ക്യാ ഹെ, നട്ട്കട്ട് ഖുഷ് ഹോക്കർ ബോല. നട്ട്കട്ട് സന്തോഷത്തോടെ പറഞ്ഞു. പർ മുझे തൈർനാ നഹി ആത്താ, തും സിഖാ ദോഗെ. പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല, ചേട്ടൻ പഠിപ്പിക്കാവോ എന്ന് നട്ട്കട്ട് ചോദിക്കുകയാണ്. ഹാ ഉസ്മേ ക്യാ ഹെ. അപ്പോൾ എന്താണ്, ചട്ട്പട്ടിന് നീന്താൻ അറിയാം, നട്ട്കട്ടിന് നീന്താൻ അറിയില്ല. അതുപോലെ തന്നെ നട്ട്കട്ടിന് എന്താണ് പേപ്പർ കൊണ്ട് വള്ളം ഉണ്ടാക്കാൻ അറിയാം, ചട്ട്പട്ടിന് അതറിയില്ല. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പഠിപ്പിക്കാം എന്ന ഒരു കരാറിലെത്തുവാണ്. ചട്ട്പട്ടിനെ മുസ്കുരാത്തെ ഹുയെ നട്ട്കട്ട് के शब्दों की नकल की और दोनों भाई हंस पड़े. എന്താണ്, ചട്ട്പട്ട് മുസ്കുരാത്തെ ഹുയെ നട്ട്കട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുവാണ്, അതിനുശേഷം രണ്ടുപേരും ചിരിക്കുന്നു. ലേക്കിൻ ചട്ട്പട്ടിനെ നട്ട്കട്ട് का बस्ता उसे पकड़ाकर പുൽക്കി മുണ്ടേർ പർസ് അപ്പന ബസ്ത ഉടായ. അപ്പോൾ എന്താ, ചട്ട്പട്ടിനെ എന്താ ചെയ്തത്, നട്ട്കട്ടിൻ്റെ ബാഗ് എടുത്ത് അവന് കൊടുത്തു, എന്നിട്ട് സ്വന്തം ബാഗും എടുത്തു. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല, അരേ ചോട്ടെ ഹം ദോനോ കെ കപ്പടെ പീ ഗയേ ഹെ. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം വരികയാണ്. അവർ രണ്ടുപേരും ഡ്രസ്സ് നനഞ്ഞു, കാരണം വെള്ളത്തിൽ ചാടിയതല്ലേ. ഹമേ പീ ഗേ കപ്പടോമേ ദേഖ് മാ പൂച്ചേഗി തോ ക്യാ കഹേങ്കെ. അതായത് നനഞ്ഞ ഡ്രസ്സിൽ കാണുമ്പോൾ അമ്മ ചോദിക്കൂല, അപ്പോഴെന്ത് പറയും എന്ന് ചട്ട്പട്ട് ചോദിക്കുകയാണ്. ഹാ ബെഡെ അബ് നട്ട്കട്ട് ने एक पल सोचा और बोला, ആവോ ദോड़ लगाते കപ്പടെ अपने आप सूख जाएंगे. എന്താണ്, നമുക്ക് ഓടാം, ഡ്രസ്സ് തന്നെത്താൻ ഉണങ്ങിക്കോളും. ഓക്കെ എന്ന് നട്ട്കട്ട് പറയുവാണ്. അപ്പോൾ നട്ട്കട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു, എന്താണ്, ഓടിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഉണങ്ങിക്കോളും. ഹാ യേ ടീക്ക് ഹെ, ചട്ട്പട്ടിനെ അപ്പന ബസ്ത പീഠ് പർ ടാങ്ത്തെ ഹുയെ കഹ. ഇത് നടക്കൂ എന്ന് പറഞ്ഞ് ചട്ട്പട്ടും സമ്മതിച്ചു. നട്ട്കട്ടിനെ ബി അപ്പന
बस्ता पीठ पर टांग लिया और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला. അപ്പോൾ എന്താ നട്ട്പട്ടും രണ്ടുപേരും എന്താണ് ബാഗ് പുറത്തേക്ക് ഇട്ടു, എന്നിട്ട് ഒപ്പം നിന്നു, കാരണം ഓട്ടം തുടങ്ങാൻ പോവല്ലേ. ദൗഡ് ശുരു കർണേക്ക് അന്താസ്മേ പോല. അപ്പോൾ നമ്മൾ ഓടാൻ നേരത്തെ എന്താണ് ഒരു മത്സരമൊക്കെയാണ് എണ്ണൂല, 1 2 3 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞാൽ, അതുപോലെ അവർ ഓട്ടത്തിന് റെഡിയായിട്ട് നിന്നിട്ട് എണ്ണുവാണ്. ദോനവും ദൗഡ് അങ്ങനെ അവർ ഓട്ടം തുടങ്ങി. ആകെ പീച്ചെ നെഹി ഏക് ദൂസരേക്ക ഹാത്ത് പകടെ സാത്ത് സാത്ത്. അപ്പോൾ എന്താണ് അവർ രണ്ടുപേരും ഒരുമിച്ച് കൈ പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. കപ്പട സുഖാനേക്കയിലെ ദോനോ ഫായോനെ ഏക് ഉപായ് കിയ ഓർ ക്യാ ക്യാ ഉപായ് ഹോ സക്തേ ഹെ. അപ്പോൾ എന്താണ് ഡ്രസ്സ് ഉണക്കാൻ അവർ ചെയ്ത ഒരു ഐഡിയ ആണത്. ക്വസ്റ്റ്യനാണ്. ഡ്രസ്സ് ഇറക്കാൻ അവർ ചെയ്തൊരു ഐഡിയ ആണ്. എന്താണ് ഓടിക്കഴിഞ്ഞാൽ ഡ്രസ്സ് ഉണങ്ങും. ഓക്കെ, മറ്റെന്തൊക്കെ വഴികൾ ഉണ്ട് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്താണ് എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഓണം എക്സാം വരെയുള്ളത് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇനി വരുന്ന ടൈമിൽ ആൻസേഴ്സ് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ബാക്കി പോർഷനും കൂടെ കവർ ചെയ്യാൻ നോക്കാം. എനിവേസ് നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവും ഒന്നുകൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി. ഓക്കെ, എന്താണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ പിന്നീട് ഒരിക്കലും നമ്മളത് നോക്കുന്നതാണ്. സോ ഗൈസ് സീ യു. ആക്ടിവിറ്റീസ് മാത്രമല്ല, ഇതുപോലെയുള്ള സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ ബൈ.